വ്യാജ ആധാർ കാർഡ് നിർമ്മാണ കേന്ദ്രങ്ങൾ കണ്ടെത്താനുള്ള പരിശോധനകൾ ഊർജിതമാക്കി പോലീസ്. ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്കായി വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിക്കുന്ന നിരവധി കേന്ദ്രങ്ങൾ പെരുമ്പാവൂരിൽ പ്രവർത്തിക്കുന്നതായാണ് വിവരം. വ്യാജ ആധാർ കാർഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അസം നവഗോൺ സ്വദേശി ഹരിജുൽ ഇസ്ലാം പിടിയിലായിരുന്നു. നുഴഞ്ഞുകയറ്റക്കാർ വ്യാജ ആധാർ കാർഡുകളിൽ കേരളത്തിൽ തങ്ങുന്നതായുള്ള വിവരത്തിൽ എറണാകുളം റൂറൽ മേഖലയിൽ നടത്തിയ പരിശോധനകളിൽ 40ഓളം ബംഗ്ലാദേശികൾ പിടിയിലായിരുന്നു. ഇവരെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങളിലാണ് വ്യാജ ആധാർ കാർഡ് നിർമ്മാണ കേന്ദ്രങ്ങളിലേക്ക് അന്വേഷണം നീങ്ങിയത്. പെരുമ്പാവൂരിൽ ഇത്തരത്തിൽ വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിക്കുന്നവരുണ്ടെന്ന വിവരത്തിൽ ക്ലീൻ പെരുമ്പാവൂർ പദ്ധതി പ്രകാരമായിരുന്നു വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിച്ചു നൽകുന്നവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടന്നത്. പെരുമ്പാവൂരിൽ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ ഷോപ്പിംഗ് കോംപ്ലക്സിൽ നടത്തി വന്നിരുന്ന അസ്ലാം മൊബൈൽസ് എന്ന സ്ഥാപനത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം വ്യാജ ആധാർ കാർഡ് നിർമ്മാണം കണ്ടെത്തിയിരുന്നത്. വ്യാജമായി നിർമ്മിച്ച ആധാർ കാർഡുകളും കണ്ടെത്തിയിരുന്നു. മൊബൈൽ ഷോപ്പിൽ സിം കാർഡ് എടുക്കുന്നതിനായി എത്തുന്നവരുടെ കാർഡ് സ്കാൻ ചെയ്ത് ഫോട്ടോ മാറ്റിയാണ് വ്യാജ കാർഡുകൾ നൽകിയിരുന്നത്. പെരുമ്പാവൂരിൽ വ്യാജ ആധാർ കാർഡ് നിർമ്മാണ കേന്ദ്രങ്ങൾ ഉണ്ടെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടുമുണ്ടായിരുന്നു. ഇത്തരത്തിൽ വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിച്ചു നൽകിയിരുന്നതായി സംശയിക്കുന്ന നിരവധി സ്ഥാപനങ്ങൾ വിവിധ അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ്. ആലുവ, അങ്കമാലി ഭാഗങ്ങളിലും തൃപ്പൂണിത്തുറയിലും നുഴഞ്ഞുകയറ്റക്കാർ പിടിക്കപ്പെട്ടിരുന്നു. രാജ്യത്ത് തങ്ങുന്നതിനുള്ള എല്ലാ വ്യാജരേഖകളും നിർമ്മിച്ചു നൽകാൻ കേരളത്തിൽ പ്രത്യേക ഏജന്റുമാരുണ്ട്. ജനം, കൊച്ചി.